ഓക്കെ, അപ്പൊ വായിച്ചല്ലോ. എന്താ മനസ്സിലായോ എനിക്ക്? ക്വാളിറ്റി പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ക്വാളിറ്റി എന്ന് പറയുന്നത് ഓർഗനൈസേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ പ്രോപ്പർ പ്ലാനിങ് ഒക്കെ നടത്തിയാലേ നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അപ്പം നമ്മൾ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അല്ലേ. ആ ഒരു ലക്ഷ്യത്തെ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഒരു പ്ലാനിങ് രൂപം. അതായത് നമുക്ക് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ശരിക്കും ഒരു എന്താ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ് അല്ലേ. ഇത്ര കിലോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? അല്ലെ, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ക്വാളിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മൾ അതിനൊരു മെഷറബിൾ ടേമിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യുന്ന ക്വാളിറ്റീനൊരു മെഷറബിൾ രീതിയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ടോ അത് കൊണ്ടുവന്നാൽ മാത്രം മതിയോ? അത് പ്രോപ്പറായിട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്ററിങ് ചെയ്യുന്നതാണ് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ജസ്റ്റ് പിന്നെ എന്താണ് ഇപ്പം നമുക്കറിയാം, ഇപ്പം ഗോൾഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ BIS ഹോൾമാർക്ക് കേൾക്കുന്നില്ലേ? ഹലോ, റെസ്പോണ്ട് ചെയ്യും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ ക്ലാസ് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചിരിക്കുക. നമുക്കറിയാം ഗോൾഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ BIS ഹോൾമാർക്ക് എന്നുള്ളത് ഇപ്പം മസ്റ്റായി അല്ലേ. അപ്പൊ ഇങ്ങനെ BIS ഹോൾമാർക്ക് എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റീനെ നമ്മൾ എങ്ങനെയാണ് BIS ഹോൾമാർക്ക് വേണമെന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇല്ല, ആ ഒരു ക്വാളിറ്റീനെ നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഒരു മെഷറബിൾ ടേംസിലേക്ക് കൊണ്ടുവരും. അപ്പൊ മെഷറബിൾ ടേംസ് എന്ന് പറയുമ്പോൾ ഇന്ന ക്യാരറ്റ് ഗോൾഡ് ഒക്കെ ആയിരിക്കും, ഇന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ മെഷറബിൾ ടേംസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ നടത്തും. അങ്ങനെയൊക്കെ തന്നെ അല്ലേ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യും അല്ലെ. അതായിരിക്കും അവിടെ ചെയ്യുന്നത്. അതന്നെയാണ് ഇവിടെ ക്വാളിറ്റി പ്ലാനിങ്ങിൽ പറയുന്നത്. നോക്കൂ, ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ദാറ്റ് ട്രാൻസ്ലേറ്റ് ക്വാളിറ്റി പോളിസി ഇൻടു മെഷറബിൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിക്വയർമെന്റ്സ് അല്ലെ. നമ്മളുടെ ലക്ഷ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ക്വാളിറ്റീനെ മെഷറബിൾ ടേംസിലേക്ക് കൊണ്ടുവരുന്നതാണ്. And lays down a sequence of steps for realizing them within a specified time frame. അപ്പൊ നമ്മളൊരു ഉദ്ദേശിച്ച സമയത്തിന്റെ ഉള്ളിൽ അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതും കൂടെയാണ് അവിടെ ക്വാളിറ്റി പ്ലാനിങ്ങിൽ പറയുന്നത് അല്ലെ. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യത്തെ ഒരു മെഷറബിൾ ടേംസിൽ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സിലെ അല്ലെങ്കിൽ ആ റിക്വയർമെന്റ്സിൽ നമ്മൾ ഒരു മെഷറബിൾ ടേമിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ഉദ്ദേശിച്ച സമയത്തിന്റെ ഉള്ളിൽ അത് അങ്ങനെ നടപ്പിലാക്കുന്നതാണ് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെഫിനിഷൻ തന്നെ നമുക്ക് എന്തൊക്കെയൊക്കെ ഒരു കൂടി കലർന്നതാണ് അല്ലേ. അപ്പൊ നോക്കൂ, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് പ്രോസസ് ഫോർ ഡെവലപ്പിംഗ് പ്രൊഡക്ട്സ് ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് എൻഷുർ ദാറ്റ് കസ്റ്റമർ നീഡ്സ് ആർ മെറ്റ് ബൈ ഫൈനൽ റിസൾട്ട്. അപ്പൊ ക്വാളിറ്റി പ്ലാനിങ്ങിന്റെ മെയിൻ എയിം എന്താ തന്നെയാണ് ഇവിടെ? അതൊരു സ്ട്രക്ചേർഡ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. ഗുഡ്സിലും സർവീസസിലും നമുക്ക് ക്വാളിറ്റി മെയിൻ കൊണ്ടുവരണം. ഓക്കെ, ക്വാളിറ്റി പ്ലാനിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് എന്ന് പറയുന്നത് അവര് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കസ്റ്റമേഴ്സിന്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതാണ് അവിടെ ഫൈനൽ റിസൾട്ട്. ഏതൊരു പ്രൊഡക്റ്റിന്റെയും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കണം അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന്റെ നീഡ് മാത്രം ചെയ്താലുള്ള അവര് ഹൈലി സാറ്റിസ്ഫൈഡ് ആവുക. അപ്പം ജസ്റ്റ് ക്വാളിറ്റി പ്ലാനിങ്ങിന്റെ ഒരു ബേസ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ മതി. ഇത്ര മനസ്സിലാക്കി വെക്കുക. ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഒരു റിക്വയർമെന്റിനെ നമ്മൾ മെഷർ ചെയ്തുകൊണ്ട് അത് ആ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്വാളിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെ കുറച്ചൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ISO ഒരു ഡെഫിനേഷൻ ഉണ്ട്. ക്വാളിറ്റി പ്ലാനിങ് ഇസ് ദ ആർട്ട് ഓഫ് ക്വാളിറ്റി ഫോക്കസ്ഡ് ഓൺ സെറ്റിംഗ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫൈങ് നെസസറി ഓപ്പറേഷണൽ പ്രോസസ് ആൻഡ് റിലേറ്റഡ് റിസോഴ്സസ് ടു ഫുൾഫിൽ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് അല്ലെ. കുറച്ച് കട്ടിയുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളത് 1, 2, 3 തവണയൊക്കെ വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യാം. എന്താണ് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ആൻ ആർട്ട്.
എന്തിന്റെയാ? ആർട്ട് ഓഫ് ക്വാളിറ്റി ഫോക്കസ്ഡ് ഓൺ സെറ്റിംഗ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്. പിന്നെ നമുക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ക്വാളിറ്റി ആണ്. എന്തും മേലാണ് ശ്രദ്ധിക്കുന്നത്? ഫോക്കസ്ഡ് ഓൺ സെറ്റിംഗ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്. ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് അതിന്റെ ലക്ഷ്യം. ആൻഡ് സ്പെസിഫൈങ് നെസസറി ഓപ്പറേഷണൽ പ്രോസസ്. എനിക്ക് BAS ഹോൾമാർക്ക് ഉള്ളത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അല്ലെ. അവിടെ എന്ത് വേണം? അതിന്റെ നെസസറി ഓപ്പറേഷണൽ പ്രോസസ് സ്പെസിഫൈ ചെയ്യണം. അപ്പൊ അത് BAS ഹോൾമാർക്ക് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം ചെയ്യുന്നത്? ആൻഡ് റിലേറ്റഡ് റിസോഴ്സസ് ടു ഫുൾഫിൽ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പറേഷണൽ പ്രോസസ്സ് മാത്രം പോരാ, അതിനുള്ള റിസോഴ്സസും നമ്മൾ സംഘടിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഒബ്ജക്റ്റീവ് നേടിയെടുക്കണം. അപ്പൊ തലതിരിച്ച് ആണ് ഡെഫിനിഷൻ. നമുക്കറിയാം ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെ പറയണ്ടാവും. തലതിരിച്ചാണ് നമ്മൾ മലയാളത്തിൽ മീനിങ് പറയുമ്പോൾ കിട്ടുക. അപ്പൊ എങ്ങനെ ഓവറോൾ ആയിട്ട് നമുക്ക് പറയാം? നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് എന്താണ്, വൺസ് അഗെയിൻ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആർട്ടാണ് അല്ലെ. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പ്ലാനിലുള്ള ക്വാളിറ്റിയിലുള്ള ഒരു വസ്തു കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ പ്ലാനിങ് നടത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർ ഓപ്പറേഷൻ ആൻഡ് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നതാണ് ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക. ക്വാളിറ്റി പ്ലാനിങ് ഇസ് ആൻ ആർട്ട് ഓഫ് ക്വാളിറ്റി ഫോക്കസ്ഡ് ഓൺ സെറ്റിംഗ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ആൻഡ് സ്പെസിഫൈ നെസസറി ഓപ്പറേഷണൽ പ്രോസസ് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷണൽ പ്രോസസ് ഒക്കെ സെറ്റ് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക, മീൻസ് സ്പെസിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അതിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ടു ഫുൾഫിൽ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ക്വാളിറ്റി എന്നുള്ള ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം, ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഓഫ് ക്വാളിറ്റി ആണ്. ക്വാളിറ്റി എന്നുള്ള ആ ഒരു ലക്ഷ്യ സാധൂകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒബ്ജക്റ്റീവ്സിന് അനുസരിച്ചിട്ടുള്ള എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, പ്രോസസ്സാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ഇതാണ് ക്വാളിറ്റി പ്ലാനിങ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് നമ്മളൊരു പ്ലാനിങ് ആണല്ലോ അല്ലെ. നമുക്കത് ഏതെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തെടുക്കുക അല്ലെ. സപ്പോസ് നമ്മൾ എന്താണ് ഒരു വേറൊരു ക്വാളിറ്റി പ്ലാനിങ് ഉള്ള ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറൊരു എയിം എടുക്കുക. അപ്പം സപ്പോസ് വി ആർ പ്ലാനിങ് ടു പർച്ചേസ് എ മൊബൈൽ. So we are making certain assumption about that mobile. What about the clarity? What about our price? Okay, what are the features? For purchasing that, we are making certain decisions about the quality. So in the case of a manufacturer, here we are in operation management, we are studying as an manufacturer. So the manufacturer has to decide the quality on the basis of the expectations of customers. That is the expectation of you. You are planning to purchase a mobile phone. So the manufacturer has to develop a phone or manufacture a phone according to your expectation. Then study. So what does the manufacturer want to decide? What about the expected quality of the customer? Okay, so how can I achieve, how can the manufacturer achieve that quality? What process he has to do? Okay, what operations he has to do? Then what are the different resources required for that to fulfill that objective? So that is quality planning. So in that case, the manufacturer is deciding, or that company is deciding what is the quality, what is the quality of that mobile phone, what are the different features. Okay, for that he is setting certain objectives and he is deciding what are the necessary operations to be done and what are the related resources to be collected to fulfill that objective. That's quality planning എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും, ഇന്ന് എന്നെ ഫീച്ചേഴ്സ് ഉള്ള മൊബൈൽ ആയിരിക്കണം, എന്നെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മുടെ ഇനി മാനുഫാക്ചർ ആണെങ്കിൽ എന്തായിരിക്കും, അപ്പൊ അയാളുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്ലാനിങ്ങിലുള്ള അയാളുടെ ആ ഒരു ലക്ഷ്യം എന്താണോ, അയാൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി എന്താണോ, അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഈ ഡെഫിനിഷൻ നോക്കുമ്പോ എന്തായിരിക്കും വരിക, ആ കസ്റ്റമറുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടുള്ള ആ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ക്വാളിറ്റി പ്ലാനിങ് ഇസ് എൻ ആർട്ട് ഓഫ് ക്വാളിറ്റി ഫോക്കസ്ഡ് ഓൺ സെറ്റിംഗ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്, അല്ലെ? ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ടുള്ള അതിനനുസരിച്ചുള്ള ഓപ്പറേഷൻസും പ്രോസസ്സും കൊണ്ടുവരിക, അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി പ്ലാനിങ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്ന ആ ഒരു ഡെഫിനേഷൻ അങ്ങോട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് മീനിങ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. അഗെയിൻ നമ്മൾ ആ ഒരു മൊബൈൽ എക്സ്പെക്ട് ചെയ്യുന്നത് ക്വാളിറ്റി എന്താണോ അതാണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ വാങ്ങിക്കുന്ന ആൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി എന്താണോ അതാണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ പ്ലാനിങ് ചെയ്യണം. അതായത് അതിന്റെ ഒബ്ജക്റ്റീവ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഓപ്പറേഷനും പ്രോസസ്സും അതുപോലെ തന്നെ അതിനുള്ള റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്ത് ആ ഒരു ക്വാളിറ്റി ഫുൾഫിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് ക്വാളിറ്റി പ്ലാനിങ്. ക്ലിയർ? അല്ല, ചിലപ്പം എക്സാം പേപ്പറിൽ നമ്മൾ കാണുക ഡിറ്റർമിനിങ് ദി ക്വാളിറ്റി ആണ് ക്വാളിറ്റി പ്ലാനിങ്. അതാണ് അപ്പം നമ്മൾ ഇവിടെ ചെയ്തത്, ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാണോ ചെയ്തത്? അല്ല അല്ലേ, ഡിറ്റർമിനേഷൻ അല്ല ശരിക്കും അവിടെ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്, അപ്പൊ ഈ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ പറയാനൊക്കെ ഇങ്ങനെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ, അതെന്താ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ക്വാളിറ്റി പ്ലാനിങ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് ടെക്നിക്സ് ആണ്, ടെക്നിക്സ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു കമ്പനിയുടെ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വസ്തു വിപണിയിൽ ഇറക്കുമ്പം അതിന് ഇന്ന ക്വാളിറ്റീസ് ഒക്കെ വേണം എന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്തു അല്ലെ. അപ്പം എന്താണ് നമ്മൾ ഈ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ക്വാളിറ്റി പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് ടെക്നിക്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് ടെക്നിക്സ് മാറരുത് കേട്ടോ, എന്തിനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ്. ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ്. അങ്ങനെ ആദ്യം പറഞ്ഞ മാതിരി ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് ഒരു സുഖമില്ലാത്തൊരു കുറച്ചൊരു ടെക്നിക്കൽ ലാംഗ്വേജ് ആണ് ഓപ്പറേഷൻ മാനേജ്മെന്റിൽ വരിക. നമുക്ക് HRM പഠിക്കുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല അല്ലെ, നമ്മൾ നോർമൽ ആയിട്ടുള്ള കുറെ ടേമുകളും ലാംഗ്വേജൊക്കെയാണ്. അതിനകത്ത് ഇടയ്ക്കൊരു ടെക്നിക്കൽ ടേംസ് ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ്. ഓക്കെ, quality function deployment can be used to improve a company's understanding of its customers' desires and needs and to determine how an existing product or service can be improved upon. സാധാരണ നമുക്ക് നമ്മളിപ്പം ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്, ഒന്നും വേണ്ട, നിങ്ങളിപ്പം കുറെ ആളുകളൊക്കെ ബേക്കേഴ്സ് ഉണ്ടാവില്ലേ, അപ്പൊ കേക്ക് ബേക്ക് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും നിങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ മെയിൽസിന്റെ ഒക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസൈനിങ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾ ആ ഒരു ഗ്രാഫിക് ഡിസൈനിങ്ങില് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ഷൂട്ടില് അതല്ലെങ്കിൽ ആ ഒരു കേക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? എന്താണ്? അതന്നെയാണ് ഈ ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റിൽ പറയുന്നത്. ഓക്കെ, it is used to improve the company's understanding of its customers' desires and needs. നിങ്ങൾ ഒരാളൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന സമയത്ത് അയാൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലെ, കഴിക്കാൻ ടേസ്റ്റ് വേണമെന്ന് മാത്രമല്ല കാണാനും കുറച്ച് ഭംഗിയൊക്കെ വേണമെന്നൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പം എന്താണോ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണോ ആ ഒരു കസ്റ്റമേഴ്സിന്റെ നീഡ് അല്ലെ. നിങ്ങൾ ഒരു ഗ്രാഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും നിങ്ങൾ ആ ഒരു വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത്. എന്നതുപോലെ തന്നെ ഇവിടെ പ്രൊഡ്യൂസറും ആ ഒരു കസ്റ്റമേഴ്സ് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം അറിയണം. ഓക്കെ, അപ്പൊ നമ്മുടെ നിലവിലുള്ള ആ ഒരു പ്രൊഡക്റ്റ്
എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് അവിടെ ആ ഒരു കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുക എന്നും കൂടെ അറിയുന്നതാണ് quality function deployment. Once again, I'll repeat. So here we have to determine what the customer's desires and need, and not only we have to find out that, but we have to determine how an existing product or service can be improved upon. അല്ലെ, എന്താണ് കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്നറിയാം, അതിനനുസരിച്ച് നിലവിലുള്ള പ്രൊഡക്റ്റിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്. ദാറ്റ് ഈസ് ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ്. നമുക്കറിയാം അല്ലെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒക്കെ എന്തായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണ് സോറി ജസ്റ്റ് ടി വികളുടെ കേസിലാണെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ഒക്കെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അല്ലേ. അപ്പൊ അതിനകത്ത് പച്ച ഷർട്ട് ഇട്ടാലും ചുമപ്പ് ഷർട്ട് ഇട്ടാലും കറുപ്പ് ഷർട്ട് ഇട്ടാലും ഒക്കെ ഒരേ കളറിലാണ് കാണിക്കുന്നത്. അപ്പൊ അതിനൊരു ഭംഗിയില്ല, വെളുത്താളെയും കറുത്താളൊക്കെ ഒരേ കളറിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരേപോലെയാണ്, നമുക്ക് അതിന്റെ ആ ഒരു ഡിഫറൻസ് വല്ലാണ്ട് നിങ്ങൾ മനസ്സിലാവണില്ല. അപ്പം സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് അത് ആ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ നാച്ചുറൽ ഫീൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും പിന്നീട് അത് എന്തായിട്ട് വന്നത്, കളർ ടി വിയിലേക്ക് ചേഞ്ച് ചെയ്തത് അല്ലെ. ഇപ്പൊ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ആദ്യമൊക്കെ എന്തായിരുന്നു, ഒരു ബട്ടൺ ആയിട്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയല്ല, നമുക്കിപ്പോ എന്താണ് ടച്ച് സ്ക്രീനുകളാണ്. അതെല്ലാം എന്താണ്, ഓരോ എക്സ്പെക്ടേഷനിൽ നിന്ന് അങ്ങനെ അതിലോരോ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു രൂപത്തിലേക്ക് വരുന്നതാണ്. ഇപ്പോഴും മാറിയിട്ടില്ല, ഇപ്പോഴും നമുക്ക് ഓരോ എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഇന്ന രീതിയിലായിരുന്നെങ്കിൽ അല്ലെ, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ രീതിയിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ്. അപ്പൊ നമ്മളൊക്കെ മാനുഫാക്ചേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ മാനുഫാക്ചേഴ്സ് എന്നുള്ള രീതിക്ക് എന്താ ആദ്യം ചെയ്യേണ്ടത്, ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെന്റ്, എന്താണ് കസ്റ്റമേഴ്സിന്റെ ഡിസയർ നീഡ് എന്ന് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ നിലവിലുള്ള പ്രൊഡക്റ്റിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. Then next one is strategic benchmarking. Strategic benchmarking. ഞാൻ പറഞ്ഞ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ടേംസ് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം ഈ സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ശരിക്ക് ജസ്റ്റ് നമ്മളൊരു കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെയായിരിക്കും, നമ്മളിപ്പം ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ, സാംസങ്ങും അതല്ലെങ്കിൽ മറ്റൊരു ഫോൺ, ഇപ്പം നമ്മൾ ഓപ്പോയും വിവോയും തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ സാംസങ് ഓപ്പോയും തമ്മിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റെഡ്മി ആയിട്ട് കമ്പയർ ചെയ്യുക. ഇതൊക്കെ എന്താ, നമ്മൾ കസ്റ്റമർ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ കസ്റ്റമർ മാത്രം കമ്പയർ ചെയ്താൽ പോരാ, ആരും കൂടെ അവിടെ കമ്പാരിസൺ നടത്തണം. ഓരോ ക്വാളിറ്റി പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി പ്ലാനിങ്ങിന്റെ ഒരു ടെക്നിക്കാണ് അവിടെ കമ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതായത് ഇവിടെ ഈ ഒരു മാനുഫാക്ചറർ മറ്റുള്ള മാനുഫാക്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ്. So strategic benchmarking can be used to compare the methods and productivity measurement for a business process with an organization in relation to best practice in other similar organizations. So നമ്മളിപ്പം മാനുഫാക്ചർ ചെയ്യുന്നത് സാംസങ് മൊബൈൽസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് മറ്റുള്ളവരെ അവിടെ അവരുടെ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, നമ്മളിപ്പം ഒരു ട്രാവലിംഗ് ഏജൻസിയാണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള മറ്റൊരു ട്രാവലിംഗ് ഏജൻസിക്ക് എന്താണ് അവരുടെ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് അവരുടെ ബിസിനസ് കൊണ്ട് നടത്തുന്നത്, വാട്ട്സ് ദെയർ ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണം. സിമിലർ ഓർഗനൈസേഷൻസ് അത് പിന്നെ അങ്ങനെ തന്നെ ആവും ചെയ്യണ്ടാവും അല്ലേ. നമ്മളിപ്പം ഒരു ഓട്ടോമൊബൈൽസ് വേറെ ഓട്ടോമൊബൈൽസ് ആയിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നുണ്ടാവുക, അതല്ലാതെ വേറൊരു ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. So that is strategic benchmarking. The second data.
സോ നെക്സ്റ്റ് ആണ് നോക്കൂ, ഡിറ്റർമിനിങ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി അല്ലെ. ഇപ്പൊ നൗ ഡേയ്സിൽ നമുക്ക് ഇതും കൂടെ ഒരു ക്വാളിറ്റി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡിറ്റർമിനിങ് സോഫ്റ്റ്വെയർ ഡിസബിലിറ്റി. ഓക്കെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാന്നുള്ളതല്ല കേട്ടോ. നമുക്കറിയാം എന്താ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ടച്ച് സ്ക്രീന് ഒക്കെയാണ് അല്ലെ. പക്ഷെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഇന്റേണൽ ആണ്. അപ്പൊ അതിന്റെ പ്രോസസ്സിങ്ങിന് അതായത് ആ ഒരു സിസ്റ്റത്തിന്റെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കത് കാണാനൊന്നും പറ്റില്ല, പക്ഷെ അത് സിസ്റ്റം പ്രോസസ് അതിന്റെ എന്താണ് ഓപ്പറേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ അവിടെ ആവശ്യമുണ്ട്. സോ അതുപോലെ തന്നെ അവിടെ ഡിറ്റർമിനിങ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായിരിക്കും അതിന്റെ ആ ഒരു റിലയബിലിറ്റി? നമ്മൾ അതിന്റെ മോണിറ്ററിങ് റിലയബിലിറ്റി, അതുപോലെ തന്നെ അതിന്റെ ഗ്രോത്ത് മോഡൽസ്, ഇതുപോലെ തന്നെ റിലയബിലിറ്റി ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുക, ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ടെക്നിക്സ് ഓഫ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ, ക്വാളിറ്റി പ്ലാനിങ്ങിന്റെ ടെക്നിക്സ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ അതിന്റെ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ റിലയബിലിറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്താണ്, അതുപോലെ തന്നെ അതിനെ പ്രോപ്പർ ആയിട്ട് മോണിറ്ററിങ് ചെയ്യുക, ദാറ്റ് ഈസ് മോണിറ്ററിങ് റിലയബിലിറ്റി. മാത്രമല്ല നമ്മൾ അതിന്റെ എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ പോലെ അതിന് പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണം, വ്യത്യസ്ത മോഡലുകൾ കൊണ്ടുവരണം, ദാറ്റ് ഈസ് ഗ്രോത്ത് മോഡൽസ്. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെയാണ് നമ്മളിവിടെ സെക്കൻഡ് ഇടയ്ക്കൊരു സിഗ്നൽ ഇഷ്യൂ കാണിക്കുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇടയ്ക്ക് 1 സെക്കൻഡ് പറഞ്ഞ് അതൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡിറ്റർമിനിങ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അതിന്റെ ശരിക്കും നമുക്ക് വലിയ വലിയ ഒബ്ജക്റ്റീവ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. നമുക്ക് അറ്റൈൻ ചെയ്യാവുന്ന ചില ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യാം, അതിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാം, അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റീവ്സ് നമ്മൾ അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡിറ്റർമിനിങ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് വലിയ ഇപ്പം നമ്മളൊരു സാംസങ് ഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാവുന്ന ക്വാളിറ്റിക്ക് ഒരു എന്താണ് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെ. അതിൽ കൂടുതലൊന്നും അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് എത്രത്തോളാണ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തു അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇവിടെ സോഫ്റ്റ്വെയർ റിലയബിലിറ്റി എന്നുള്ളത് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ലാസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ആണ്. ഇടക്കിടക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തണം. നമ്മൾ ക്വാളിറ്റി മാത്രം എത്രയാണെന്ന് വിചാരിച്ചിരുന്നാൽ പോരാ. BIS ഹോൾമാർക്കുള്ള ഗോൾഡുകളായിരിക്കണം എന്ന് മാത്രം നമ്മൾ വിചാരിച്ചിരുന്നാൽ പോരാ. ഇടക്കിടക്ക് അതിനെ ഇൻസ്പെക്ഷൻ നടത്തണം. അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലോ നമ്മളത് തിരുത്തി കൊടുക്കാൻ വേണം. So conducting inspections describes a formal process and used to identify and correct errors. അല്ലെ, നമ്മൾ നേരത്തെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് സെറ്റ് ചെയ്താൽ പോരാ. അത് ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിന് അടുത്തത് ചെയ്യുന്ന സമയത്ത് അത് റെക്ടിഫൈ ചെയ്യണം അല്ലെ, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കണം. ദാറ്റ് ഈസ് കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ അതിന്റെ ടെക്നിക്സ് പറയുന്നത്. ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെന്റ്, സ്ട്രാറ്റജിക് ബെഞ്ച്മാർക്കിംഗ്, ഡിറ്റർമിനിങ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി, കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ്. ക്ലിയർ? ഇതിനകത്ത് ഏതെങ്കിലും പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം. വേണോ? ഉം 29 ആളോടെ ഉണ്ടായിട്ട് ആരും ഒരാളും റെസ്പോണ്ട് ചെയ്യുന്നല്ലോ. ഓക്കെ, ഇനി വേണ്ട റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയൂ.
ഇല്ല അല്ലെ. നമുക്ക് അടുത്ത ടോപ്പിക്ക് വരുന്ന കോസ്റ്റ് ഓഫ് ക്വാളിറ്റി ആണ്. നല്ലത് കംപ്ലീറ്റ് ആവില്ല. നമുക്ക് ജസ്റ്റ് ഞാനൊരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. എന്തൊക്കെയായിരിക്കും കോസ്റ്റ് ഓഫ് ക്വാളിറ്റി പറയാൻ പറ്റുമോ? ക്വാളിറ്റീന്റെ കോസ്റ്റ് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? അല്ല, എന്തായിരിക്കും വിചാരിക്കുക? ക്വാളിറ്റി, കോസ്റ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും? പ്രോപ്പർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വന്നേക്കാവുന്ന കോസ്റ്റ്. എനിവേ, നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് പറയൂ. 1 2 3 4 5 5 6 7 okay. Number 8 8 9 8 okay. 9 9 10 ഏതാണ്? 10 ഉണ്ടോ? 10 11 12 30 14 15 16 okay. Number 17 absent. Number 18 19 20 ട്വന്റിന്റെ കണക്ഷൻ പോയി പറഞ്ഞോ? ആരുടെ കണക്ഷൻ പോയത്? 21 ട്വന്റിന്റെ 22 okay. 23 24 absent. 25 എവിടെ കുട്ടികളൊക്കെ? 26 27 28 29 okay. Next number 30 31 32 31 32 32 33 33 34 35 okay. Number absent ഒന്നുകൂടെ വായിക്കാം. Number 3, number 70, number 18, 24, 25, 26, 34. 20ന്റെ കണക്ഷൻ പോയി എന്ന് പറഞ്ഞു അല്ലെ. ഇതിനകത്ത് പെർമനന്റ് ആബ്സെന്റീസ് ഉണ്ടോ? ഇല്ല. 30% അല്ലേ? 30% ആണ് കേട്ടോ. 34 ആണ് ഞാൻ ആബ്സെന്റ് പറഞ്ഞത്. Okay, anyway, thank you.